9ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി 14 വയസ്സ് പ്രായമായിട്ടുള്ളൂ. ആ പെൺകുട്ടിയെ വയറുവേദനയാണെന്ന് പറഞ്ഞിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴാണ് ഈ പെൺകുട്ടി ഗർഭിണിയാണെന്നറിഞ്ഞത്. 3 മാസം ഗർഭിണിയാണ്. ഈ വിവരം അറിഞ്ഞ് മാതാപിതാക്കൾ ചോദിച്ചതിനനുസരിച്ച് ആ പെൺകുട്ടി പറഞ്ഞത് പ്രകാരം ആ പെൺകുട്ടി ഒരാളെ ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ ആ ചൂണ്ടിക്കാണിച്ച ആൾക്കെതിരെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്ത്. പിന്നീട് സംഭവിച്ച വളരെ വിചിത്രപരമായ ഒരു സംഭവ കഥയെക്കുറിച്ചാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 14 വയസ്സുകാരിയാണ് ഈ കഥയിലെ നായിക. കേരളത്തിൽ വലിയ വാർത്താ പ്രാധാന്യത്തോടെ ഇതൊക്കെ ചർച്ചാ വിഷയമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഈ കുട്ടിയുടെ പേരോ സ്ഥലമോ ഒന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. വീട്ടിലിരിക്കുന്ന സമയത്ത് കുട്ടിക്ക് കലശലായ വയറുവേദന വന്നു. അങ്ങനെ വയറുവേദന വന്ന് കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സമയത്ത് ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഈ കുട്ടി 3 മാസം ഗർഭിണിയാണെന്ന് പറഞ്ഞു. അതിന് യാതൊരുവിധ സാധ്യതയും ഇല്ലാത്തത് കൊണ്ട് മാതാപിതാക്കൾ പറഞ്ഞു, ഒരിക്കലും ഉണ്ടാവില്ല, ഞങ്ങളുടെ കുട്ടി ഗർഭിണിയാവാൻ ഒരു ചാൻസും ഇല്ല, കുട്ടി 9ാം ക്ലാസ് പഠിക്കല്ലേ, 14 വയസ്സേ പ്രായമായിട്ടുള്ളൂ. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, എനിക്കെന്തിനാ കളവ് പറയേണ്ട ആവശ്യം എന്ന് പറഞ്ഞതിന് ശേഷം ആ കുട്ടിയെ ചോദ്യം ചെയ്തു. വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ആ കുട്ടി ഒരാളുടെ പേര് പറഞ്ഞു. ആ ആളെ ഈ വീട്ടുകാർക്കും ഈ കുട്ടിയുടെ മാതാവിനും പിതാവിനും ഒക്കെ അറിയാവുന്ന ഒരാളുടെ പേരായിരുന്നു പറഞ്ഞത്. കാരണം ഇവർക്കൊക്കെ പരിചയമുള്ള ഒരു ആൺകുട്ടിയുടെ പേര്, 24 വയസ്സായിട്ടുള്ള ഒരു ആൺകുട്ടിയുടെ പേരായിരുന്നു പറഞ്ഞത്. കാരണം ഈ കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഈ ചെറുപ്പക്കാരൻ ആ കുട്ടിയെ കാണാറുണ്ട്, എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട്. വളരെ സൗഹാർദ്ദപരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ സമയത്ത് ആ ആൺകുട്ടിയുടെ ആ ചെറുപ്പക്കാരൻ്റെ കല്യാണം ഉറപ്പിച്ചൊരു സമയമായിരുന്നു. കല്യാണം ഉറപ്പിച്ച സമയത്താണ് ഈ പെൺകുട്ടിയുടെ ഈ വെളിപ്പെടുത്തൽ വരുന്നത്. അങ്ങനെ ഈ പെൺകുട്ടിയുടെ മൊഴി പ്രകാരം ഈ ചെറുപ്പക്കാരനെതിരെ കേസെടുത്ത് അതിനുശേഷം ഈ ചെറുപ്പക്കാരനെ റിമാൻഡ് ചെയ്തു. അങ്ങനെ 98 ദിവസം റിമാൻഡിൽ കഴിഞ്ഞതിന് ശേഷം ഈ ചെറുപ്പക്കാരൻ പുറത്തിറങ്ങി. അങ്ങനെ ചെറുപ്പക്കാരൻ മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് DNA ടെസ്റ്റ് നടത്തണമെന്നുള്ളത് ആവശ്യപ്പെട്ടു. അങ്ങനെ DNA ടെസ്റ്റിനുള്ള അനുവാദം കൊടുക്കുകയും DNA ടെസ്റ്റ് നടത്തുകയും ആ DNA ടെസ്റ്റ് നടത്തിയപ്പോഴാണ് തിരിച്ചറിയുന്നത് ഈ ചെറുപ്പക്കാരനല്ല ഈ ഗർഭത്തിൽ ഉത്തരവാദി എന്നുള്ളത്. അങ്ങനെ DNA ടെസ്റ്റിലൂടെ അത് തെളിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. ഈ ചെറുപ്പക്കാരൻ്റെ ഭാവി നഷ്ടത്തിലായി, ഭാവി ഇല്ലാതായി, ഉറപ്പിച്ച കല്യാണം വേണ്ടാന്ന് വെച്ചു. ഈ ചെറുപ്പക്കാരൻ ആളുകളുടെ ഇടയിലൊക്കെ വലിയ രീതിയിൽ മാനക്കേടുണ്ടാകുന്ന തരത്തിലുള്ള ഒരാളായി മാറി. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അവസാനം ഈ കുട്ടിയോട് വീണ്ടും രക്ഷിതാക്കൾ നിർബന്ധിച്ചു, ചോദ്യം ചെയ്തു. വളരെ വിശദമായിട്ട് തന്നെ വീട്ടിലിട്ടിട്ട് വളരെ ശക്തമായ രീതിയിൽ ചോദ്യം ചെയ്തപ്പോൾ ഈ കുട്ടി ആ സമയത്ത് ചൂണ്ടിക്കാണിച്ചത് ഈ പിതാവിൻ്റെ സഹോദരൻ്റെ മകൻ്റെ പേരായിരുന്നു പറഞ്ഞത്. അങ്ങനെ പിതാവിൻ്റെ സഹോദരൻ്റെ മകനെതിരെ കേസെടുത്തു. ഈ മകനെയും ജയിലിലടച്ചു. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും ആ പിതാവിൻ്റെ സഹോദരൻ്റെ മകൻ വിചാരണ തടവുകാരനായിട്ട് ജയിലിൽ കഴിയുകയാണ്. അങ്ങനെ ഈ പിതാവിൻ്റെ സഹോദരൻ്റെ മകനും ഇതുപോലെ DNA ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ അവിടുന്ന് ഇദ്ദേഹത്തിൻ്റെ വക്കീൽ മുഖാന്തരവും സുഹൃത്തുക്കൾ മുഖാന്തരവും ഒക്കെ നടത്തിയപ്പോൾ ആ ടെസ്റ്റ് ഫലം പുറത്തു വന്നപ്പോൾ ഇവർ വീണ്ടും അത്ഭുതപ്പെടുകയാണ്. കാരണം ഈ പിതാവിൻ്റെ സഹോദരൻ്റെ മകനുമല്ല ഈ കുട്ടിയുടെ ഗർഭത്തിൻ്റെ ഉത്തരവാദി. 2 തവണ 2 ചെറുപ്പക്കാരെ ചൂണ്ടിക്കാണിച്ചു കണ്ട് ഈ കുട്ടി കബളിപ്പിച്ചുകൊണ്ട്, മാതാപിതാക്കളെയും ബാക്കിയുള്ളവരെല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ച 2 നിരപരാധികളായിട്ടുള്ള ചെറുപ്പക്കാർ ഈ പെൺകുട്ടിയുടെ ചൂണ്ടിക്കാണിക്കലിന് വിധേയമായിട്ട് കുറ്റക്കാരായി മാറി എന്നുള്ളതാണ്. അവർക്ക് സമൂഹത്തിലുണ്ടായ നഷ്ടങ്ങൾ, സമൂഹത്തിലുണ്ടായ മാനഹാനി, ഇതൊന്നും അവർക്ക് പിന്നീട് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒന്നാണ്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്ത് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ് നമ്മുടെ നിയമ സംവിധാനം ഒക്കെ നിലവിലുള്ളത്. ഒരു കണക്കിന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പം നടക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണത്തിനൊക്കെ വളരെ വലിയ രീതിയിൽ തടയിടാനൊക്കെ ഈ നിയമ സംവിധാനങ്ങൾ നല്ലതാണ്. പക്ഷേ വലിയ രീതിയിൽ ഇതിനെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥ. അങ്ങനെ ആ വലിയ പ്രശ്നം അവിടെ അവസാനിക്കുന്നില്ല. 2 പേരെ ചൂണ്ടിക്കാണിച്ചു, 2 പേരും നിരപരാധികളാണ്. യഥാർത്ഥ ഉത്തരവാദിയായിട്ടുള്ള ആളെ കിട്ടണമല്ലോ. അങ്ങനെ അവസാനം ആ പെൺകുട്ടി വീണ്ടും ഒരാളുടെ പേര് പറയാണ്. ആ പേര് പറഞ്ഞപ്പോഴാണ് ഇവരൊക്കെ അത്ഭുതപ്പെടുന്നത്. അത് മറ്റാരുമല്ലായിരുന്നു, ഈ പിതാവിൻ്റെ സുഹൃത്ത്, ഇടക്കിടക്ക് വീട്ടിൽ വരുന്ന ഒരു സുഹൃത്തായിരുന്നു. പിതാവിൻ്റെ സുഹൃത്തിൻ്റെ പേരാണ് പറഞ്ഞത്. അപ്പോഴും ഈ പിതൃ സഹോദരൻ്റെ മകൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. കാരണം അതിൻ്റെതായിട്ടുള്ള നിയമവശങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ ആ പിതൃ സഹോദരൻ്റെ മകന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുള്ളൂ. അങ്ങനെ പിതാവിൻ്റെ സുഹൃത്തിൻ്റെ പേര് പറഞ്ഞു അദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നിയമങ്ങളൊക്കെ എല്ലാവർക്കും അവരവരുടെ അവകാശങ്ങളും അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുമ്പോഴും അതിനൊക്കെ എതിരെ അതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് തന്നെയാണ്, യാതൊരുവിധ സംശയവുമില്ല. പക്ഷെ ഇത്തരത്തിൽ അതിനെ ദുരുപയോഗം ചെയ്യുമ്പോൾ പാവപ്പെട്ട ഒരുപാട് ആളുകൾ ഇതിന് ഇരകളായിട്ട് മാറുന്നുണ്ട്.
ഇതിൽ നമ്മൾ അവസാനം കണ്ടെത്തിയ പ്രതി എന്ന് പറയുന്ന ഒരാൾ പിതാവിൻ്റെ സുഹൃത്താണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ വീടുകളിലേക്ക് പലർക്കും നമ്മൾ അനുവാദം കൊടുക്കാറുണ്ട്. ഏത് ഭാഗത്തേക്കും കയറി വരാനും ഏത് ഭാഗത്തേക്കും എപ്പോൾ വരാനും ഒക്കെയുള്ള അനുവാദങ്ങളും പെർമിഷനുകൾ നമ്മൾ കൊടുക്കുകയാണ്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ഈ ലൈംഗികാതിക്രമം നടക്കുന്നത് പരിചയത്തിലോ സ്വന്തത്തിലോ സുഹൃത്തുക്കളോ ഒക്കെ ഉള്ള ആളുകളിൽ നിന്നാണ് ഇത്തരം ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങൾ നമ്മുടെ പെൺകുട്ടികൾക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ ആരൊക്കെ വരണം ആരൊക്കെ വരണ്ട അതൊക്കെ നമുക്ക് നിശ്ചയിക്കാവുന്നതാണ്. പക്ഷേ എവിടെയൊക്കെ വരണം എന്നുള്ളതിൻ്റെ അതിർവരമ്പുകൾ നമ്മുടെ വീടിന് നിശ്ചയിച്ചിരിക്കണം. നമ്മൾ അവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്യാത്തിടത്തോളം ഇത്തരം ഒരുപാട് ദുരനുഭവ കഥകൾ, ഇത്തരം ഒരുപാട് ദാരുണമായ ദുരന്തങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കേണ്ടി വരും. യാതൊരുവിധ സംശയവുമില്ല. പെൺമക്കൾ വളരുന്നതും അല്ലാത്തതുമായ വീടുകളിൽ ഇത്തരം ബൗണ്ടറികൾ സെറ്റ് ചെയ്യാൻ രക്ഷാകർത്താക്കൾ ബോധവാന്മാരാവുക, രക്ഷാകർത്താക്കൾ സദാ ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.